ഹായ്, ക്യാമറ സ്കാനിൽ നിന്നാണ്. നമ്മുടെ ഇന്നൊരു അതിഥി വന്നിരിക്കുന്നത്. അതിഥിയല്ല, നമ്മുടെ സ്വന്തം കൊച്ചുമോൻ തന്നെയാണ്. അതായത് നമ്മുടെ ചേട്ടച്ചാറിൻ്റെ മോനാണ്. ഇവൻ അത്യാവശ്യം ജിമ്മിലൊക്കെ കുറച്ച് എക്സ്പേർട്ടാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് ആരോഗ്യം, നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു സ്പെക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചോ കുറച്ച് വീഡിയോ. അപ്പോൾ ഒത്തിരി പേര് നല്ല കമൻറ്റുകൾ ഇട്ടു. അതിനെക്കുറിച്ച് നല്ല അറിവായിട്ടുള്ള വേറെ ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ നമ്മൾ ഇന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് ഓർത്തുകൂടെ ഇന്ന് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, സ്വന്തമായിട്ടുള്ള ആൾ തന്നെ. അപ്പം ഇസ്മസ് ബെൻ കുരുള. അപ്പം പുള്ളിക്കാരന് ശരിക്കും പറഞ്ഞാൽ നല്ല ഇതിനെക്കുറിച്ച് നല്ല എല്ലാ കാര്യത്തെക്കുറിച്ചും ഭയങ്കര ഒരു ജീനിയസാണ്, ഒരു പുലിയാണ്. അപ്പം നമ്മളവനെ ഒന്ന് പിടിച്ചൊന്ന് ഒന്ന് 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 ഷുവർ ചെയ്താലേ കുറച്ച് സാധനമൊക്കെ പൊഴിഞ്ഞ് വീഴും. അപ്പോൾ നമുക്ക് ചുമ്മാ നോക്കാം. ശരിക്കും പറഞ്ഞാൽ റോങ്ങിൽ തുടങ്ങാം. എങ്ങനെയാണ് ഈ റോങ് ആയിട്ട് എക്സസൈസുകൾ ചെയ്യുന്നത്? എക്സസൈസ് ബേസിക്കലി റോങ് ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മസിൽ ഉണ്ടാവുന്നത് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് മസിൽ മൈക്രോ ടയർ ആയതിനു ശേഷമായിരിക്കും മസിൽ ഉണ്ടാകുന്നത്. പക്ഷെ ആക്ച്വലി അങ്ങനെ അല്ല. പകരം നമ്മൾ ഒരു വെയിറ്റ് എടുക്കുമ്പോഴത്തേക്കിനും മസിൽസിനകത്തൊരു ടെൻഷൻ ക്രിയേറ്റ്, അതിൻ്റെ പേരാണ് മെക്കാനിക്കൽ ടെൻഷൻ എന്ന്. മെക്കാനിക്കൽ ടെൻഷൻ സെൻസ് ചെയ്യുന്ന കുറച്ച് ഓർഗൻസ് ഉണ്ട് നമ്മുടെ മസിൽസിനകത്ത് തന്നെ. അത് സെൻസ് ചെയ്തതിന് ശേഷം അതൊരു സിഗ്നലായിട്ട് മസിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ആണ് ഇപ്പോഴത്തെ എവിഡൻസുകളെല്ലാം കാണിക്കുന്നത്. പകരം എല്ലാവരും ഇപ്പോൾ പൊതുവെ പറയുന്ന വർക്കൗട്ട് ചെയ്യുക, ഒത്തിരി റെപ്പ് ചെയ്യുന്നതിനനുസരിച്ച് മസിൽ കൂടുതൽ പൊട്ടും, അപ്പോൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യുക, ഓവർ ട്രെയിനിങ് ആണ് പൊതുവെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. അതാണ് ഇപ്പം നമ്മുടെ കേരളത്തിലും പൊതുവെ ഇന്ത്യയിലും കണ്ടുവരുന്ന ഒരു ജനറൽ ട്രെൻഡ്, അതാണ് ഓവർ ട്രെയിനിങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം നിങ്ങൾ ആലോചിക്കും, ഒരു കുഴി എടുത്തിട്ട് അത് നിറയ്ക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മതിൽ പണിയാനായിട്ട് എന്തോരം സമയം എടുക്കും എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളൊരു ഫൗണ്ടേഷൻ ഇടുക, എന്നിട്ട് അതിന് ശേഷം മതിൽ പണിയുക എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ കോൺസ്റ്റന്റ്ലി ഡാമേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു സെറ്റപ്പ് കംപ്ലീറ്റ്ലി മാറ്റണം. അതാണ് ഏറ്റവും വലിയ തെറ്റ് ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിലുള്ളത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലതായിട്ട് ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ആൾക്കാർക്ക് പോകണം? നന്നായിട്ട് ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊതുവേ നമുക്കിതിനെ ഒരു മേജർ ഡിഗ്രി തന്നെയുണ്ട് ഇതിനകത്ത്. അതായത് BSc സ്പോർട്സ് ആൻഡ് എക്സസൈസ് സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ MSc PhD അങ്ങനെ പല ലെവലുണ്ട് ഇതിന്. അപ്പം ഇതിനെപ്പറ്റി ഇതൊരു 4 വർഷത്തെ കോഴ്സാണ്. ഈ 4 വർഷത്തെ കോഴ്സിനകത്ത് പൊതുവെ ആൾക്കാർ പഠിക്കുന്നതിനെയാണ് വളരെ ചെറിയൊരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ടൈമിൽ ഒരു 4 ആഴ്ചത്തെ കോഴ്സ്, 5 ആഴ്ചത്തെ കോഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് പൊതുവെ ഇപ്പം ഫീൽഡിൽ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്ഇൻഫർമേഷൻസ്, ഞാൻ ഒരു ഇൻഡസ്ട്രിയെ എടുത്ത് പറയുന്നില്ല, ബട്ട് ദെൻ ഒരുപാട് മിസ്ഇൻഫർമേഷൻസ് ഇപ്പം നമ്മുടെ ഈ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായിട്ട് പ്രവലൻ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിലെല്ലാം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലപോലെ ഫേമസ് ആയിട്ടുള്ള കോച്ചസ് ഇതിൻ്റെ കീഴിൽ പോയിട്ട് അവർ പറയുന്നത് കേട്ടിട്ട് ഓക്കെ നിങ്ങൾ അതിനെ റീസെർച്ച് ചെയ്യണം. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇത് എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് കോച്ച് പറയുന്ന കാര്യം ഇച്ചിരി സെൻസിബിൾ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കുക. അതിനുശേഷം മാത്രം എടുക്കുന്ന ഇൻഫർമേഷൻ സ്വീകരിക്കുക. ഓക്കെ, ഈ സൗണ്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അറിയില്ല. ഓക്കെ, അപ്പം എത്ര ദിവസം വരെ ജിമ്മിൽ പോകും ഒരാഴ്ചയിൽ? ഞാനും ഈ പറഞ്ഞ പോലെ ചിലരുടെ ജിമ്മിൽ പോകാൻ തുടങ്ങിയത്. അപ്പം 2 ദിവസം പോവും, ഭയങ്കര വേദന കാരണം 3 ദിവസം പോകത്തില്ല. അപ്പോൾ അവിടെ എന്നും വരുന്നവരുണ്ട്. ജിമ്മില് നമുക്ക് ഒരിക്കലും നമ്മൾ ജിമ്മിൽ ഇത്ര ദിവസം പോകണമെന്ന് നിർബന്ധമില്ല. ഇപ്പം അത്യാവശ്യം ബിസി ആയിട്ടുള്ളൊരു ക്ലയൻറ്റാണ്, ഇപ്പം എൻ്റെ പാപ്പനെ പോലെ തന്നെ അത്യാവശ്യം ബിസി ആയിട്ടുള്ളൊരു ക്ലയൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരാഴ്ചയിൽ 2 ദിവസം വരെയൊക്കെ ജിമ്മിൽ പോയാലും മതി, ധാരാളമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ടേംസ് ഇഷ്ടം പോലെ മസിലും ഗെയിൻസും ജനറൽ ലൈഫ് സ്റ്റൈൽ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. മാക്സിമം ഒരാഴ്ചയിൽ 6 ദിവസം വരെയൊക്കെ ജിമ്മിൽ പോകാനേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ അത് ഓരോ ആൾക്കാരുടെ ആവശ്യം പോലെ ഇരിക്കും. ഇപ്പം ആഴ്ച 2 ദിവസം ജിമ്മിൽ പോകാനുള്ള കാര്യത്തിൽ ആഴ്ച 2 ദിവസം പോയിട്ട് ഫുൾ ബോഡി ട്രെയിൻ ചെയ്യുക. അതേസമയം ആഴ്ച 4 ദിവസം പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 2 ദിവസം അപ്പർ ബോഡി, 2 ദിവസം ലോവർ ബോഡി എന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിൻ ചെയ്യുക. അപ്പം ഒരു ക്ലയൻറ്റിൻ്റെ ആവശ്യം അനുസരിച്ച് ഒരു ട്രെയിനർ അങ്ങോട്ടാണ് സ്പ്ലിറ്റ് കൊടുക്കുന്നത്. അതല്ലാതെ ഞാൻ ഇങ്ങനെയാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫോൾസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ ഈ വയറ് കുറയാനായിട്ട് കണ്ടോ, വയറ് ഞാൻ കയറിയപ്പോൾ ചോദിക്കുമായിരുന്നു എങ്ങനെ വയറ് കുറയ്ക്കാം. ഒരു രക്ഷയില്ല, മാക്സിമം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഷർട്ട് കളിക്കുന്നുണ്ട്, എല്ലാം ചെയ്തിട്ടും വയറ് കുറയുന്നില്ല. ഞങ്ങളുടെ ഷർട്ട് കളിക്കുന്നവരുടെ എല്ലാം കൂടെ വേറെ നല്ല 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 ഓണത്തിൻ്റെ നമ്മുടെ പുലികളി പോലത്തെ വയറുകളാണ്. പക്ഷേ എല്ലാം നല്ലതായിട്ട് കളിക്കുന്നവരാണ്, എന്നാലും വയറ് കുറയുന്നില്ല. അപ്പോൾ ജിമ്മിൽ പോയിട്ടും വയറ് കുറയുന്നില്ല. കുറേയൊക്കെ മാറ്റം വരുന്ന കുറച്ച് സ്റ്റഡി എന്ന് ബലമായി എന്നല്ലാതെ അത് കുറയുന്നില്ല. അതിനെന്താ ചെയ്യണം? അത് ബേസിക്കലി നമ്മളെല്ലാ സാധനത്തിനും മെഷർ ചെയ്യാനായിട്ടൊരു ടൂൾ ഉപയോഗിക്കും. ഇപ്പം ലെങ്ത് മെഷർ ചെയ്യാൻ നമ്മൾ മീറ്റർ ഉപയോഗിക്കും എന്ന് പറയുന്ന പോലെ തന്നെ കഴിക്കുന്ന ഫുഡിനകത്ത് കാലോറി എന്ന് പറഞ്ഞൊരു യൂണിറ്റിനെ നമ്മൾ യൂസ് ചെയ്യും എനർജി ട്രാക്ക് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ കലോറി ഡെഫിസിറ്റ് കഴിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അതായത് നമുക്കൊരു ദിവസം ഒരു വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി, ഒരു റിസർവ് ടാങ്ക് പോലെ. നമ്മുടെ ദേഹത്തിന് ആവശ്യമുള്ള എനർജിയിൽ കൂടുതൽ എനർജി നമ്മൾ ഒരു ദിവസം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വണ്ണമായിട്ട് സ്റ്റോർ ചെയ്യും. അതാണ് വണ്ണം. അപ്പം
ഫാറ്റിനെ യൂസ് ചെയ്യാൻ എന്ത് ചെയ്യണം? വണ്ടി റിസർവിൽ ഓടണം. അതായത് നമ്മൾ എക്സ്പെൻഡ് ചെയ്യുന്നതിൽ കുറവ് കഴിക്കുക, അപ്പോൾ വണ്ണം തന്നെത്താനെ കുറഞ്ഞോളും. പക്ഷേ നമ്മൾ ഈ കലോറി മെഷർ ചെയ്യാതെ കഴിക്കുമ്പോൾ വരുന്ന മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടത്ത് കല്ലെറിയുന്ന പോലെ നമുക്കൊരു പിടി കിട്ടത്തില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇത്രയല്ല ഉള്ളൂ എന്ന് വിചാരിച്ച് കഴിക്കും. നട്ട്സ് ഭയങ്കര ഹെൽത്തി സാധനമാണ്, പക്ഷെ ഒരു കൈപ്പിടി നട്ട്സിനകത്ത് 600-700 കാലറീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നട്ട്സ് അഴുക്കാണെന്നല്ല, പക്ഷേങ്കിൽ ഒരു വണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നട്ട്സിന്റെ അളവ് വളരെ കുറവായിരിക്കണം എന്നുള്ളതാണ് ഒരു ജനറൽ റെക്കമെൻഡേഷൻ. പകരം തണ്ണിമത്തങ്ങ പോലെയുള്ള ഫൈബറും ഒരുപാട് വോളിയമുള്ള ഫുഡുകൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശപ്പും കുറഞ്ഞിരിക്കും, അതേപോലെ തന്നെ നമുക്ക് കുഴപ്പമില്ലാത്ത എനർജിയും കിട്ടും. കൂടുതൽ കഴിക്കാതിരിക്കാൻ എന്തെങ്കിലും ടിപ്പുണ്ടോ? കൂടുതൽ കഴിക്കാതിരിക്കാനുള്ള മെയിൻ ടിപ്പ് ക്യാഫീനാണ്. അതായത് നമ്മൾ ആപ്പറ്റൈറ്റ് സപ്രസൻ്റ് എന്ന് പറയും. ആപ്പറ്റൈറ്റ് എന്ന് പറയുന്നത് വിശപ്പിനെ കുറയ്ക്കാനായിട്ടുള്ള പല മാർഗ്ഗങ്ങളുണ്ട്. അതിലൊരു സാധനമാണ് ക്യാഫീൻ. നമ്മൾ കോഫിക്കകത്തുള്ള എക്സ്ട്രാക്റ്റിനെയാണ് ക്യാഫീൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ദിവസം നമ്മൾ കിടക്കുന്നതിനൊരു 6 മണിക്കൂർ മുന്നേ വരെ നമ്മൾ ക്യാഫീൻ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേക്കുമ്പോൾ വിശക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വെള്ളം കുടിച്ചതിന് ശേഷം ഒരു ബ്ലാക്ക് കോഫി, അത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്റ്റീവിയയോ അല്ലെന്നുണ്ടെങ്കിൽ മങ്ക് ഫ്രൂട്ട് എക്സ്ട്രാക്റ്റോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് സ്വീറ്റ്നർ ഉപയോഗിച്ച് കഴിക്കുക. അപ്പോഴത്തേക്കിനും രാവിലെ ഒരു 2 മണിക്കൂറത്തോളം നമുക്ക് വിശക്കത്തില്ല. പിന്നെ വിശന്ന് അതിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയെങ്കിലും കഴിക്കുക. അതിനുശേഷം പിന്നെ വിശക്കുമ്പോൾ ഒരു ബ്ലാക്ക് കോഫിയും കൂടെ കുടിക്കുക. അങ്ങനെ കോഫി നമുക്കൊരു വളരെ നല്ലൊരു സംഭവമാണ്. കുഴപ്പമില്ല, കുടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് ഒരു ദിവസം ക്ലിനിക്കൽ എവിഡൻസ് കാണിക്കുന്ന ഒരു ദിവസം നമുക്ക് 400 മില്ലിഗ്രാം കാഫീൻ വരെ നമുക്ക് കഴിക്കാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ എവിഡൻസ്. അതായത് നമ്മളൊരു സ്ട്രോങ് ഒരു കോഫിക്കകത്ത് ഒരു 150 മില്ലിഗ്രാംസ് കാഫീൻ വരെ കാണും. അപ്പം നമുക്കൊരു മാക്സിമം ഒരു ദിവസം ഇപ്പോഴത്തെ ഡേറ്റകളെല്ലാം തന്നെ കാണിക്കുന്ന ഒരു 400 മില്ലിഗ്രാം കാഫീൻ വരെ നമുക്ക് കഴിക്കാമെന്നാണ് ഒരു ദിവസം. ഇവൻ നേരത്തെ നല്ല എപ്പോൾ വീട്ടിൽ വന്നാലും ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നത് വൈകിട്ട് തൊടത്തില്ല. നമ്മൾ എന്നാ ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞാലും തൊടത്തില്ല. ആ കപ്പാസിറ്റി എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നൊരു സ്കില്ലാണ്. അതായത് നോ പറയാൻ പറ്റുക എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. അത് നമ്മൾ പല കാര്യങ്ങളോട് ചെറുതിലേ നോ പറഞ്ഞ് ശീലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനെ നോ പറയാൻ പറ്റും. ഒരിക്കലും നമുക്ക് ഫുഡിനോടുള്ള ഇഷ്ടം കുറയത്തില്ല, പക്ഷേ നോ പറയാൻ നമ്മൾ ബെറ്റർ ആവും. കാരണം അപ്പം നമ്മൾ അതിനകത്തുള്ളൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെത്താനെ ഇരിക്കുമ്പോഴത്തേക്കിനും നമുക്കൊരു ഫുഡിനോട് നോ പറയാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവരുടെ ഇടയിൽ പോകുമ്പോഴും അതിനോട് നോ പറയാൻ പറ്റും. പക്ഷേ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഇടയിൽ ഒരു ബാലൻസ് വേണമെന്നാണ്. എപ്പോഴും ഒരേ ഫുഡ് പോലെ തന്നെ കഴിക്കണമെന്നല്ല, വല്ലപ്പോഴും ഒക്കെ എൻജോയ് ചെയ്യുക. പക്ഷേ 90% ഓഫ് ദ ടൈം നമ്മൾ നമ്മുടെ ഡയറ്റിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യുക. അപ്പം അതൊരു മെൻ്റൽ ടഫ്നെസ് ആണ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ നമുക്കൊന്നും അതിനകത്ത് ഹാക്കൊന്നും ഇല്ല. നോ പറഞ്ഞ് ശീലിക്കുക. അത് കൊള്ളാം, നല്ല ഐഡിയ. നോ പറഞ്ഞ് പഠിക്കണം. ഫുഡിന് മുന്നിൽ പോയിരുന്ന് നല്ലൊരു ടിപ്പാണ്. പക്ഷെ ട്രൈ നോക്കാം. വൈകിട്ടാകുമ്പോഴത്തേനും കഴിച്ചിട്ട് പിന്നെ അത് കഴിക്കും ഇത് കഴിക്കുന്നു അല്ലെ? അത് എല്ലാവരുടെയും ഒരു ശീലം. അത് പൊതുവെ അത് ഫുഡുമായിട്ട് നമുക്ക് മാനസികമായിട്ടുള്ളൊരു അട്രാക്ഷനാണ്. അതായത് പല ആൾക്കാരും സ്ട്രെസ്സിനെ മെയിനായിട്ട് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സാണ്. നമുക്കൊരു ദിവസത്തെ സ്ട്രെസ്സിനകത്തും നമുക്കൊരു ദിവസം വൈകുന്നേരം പോയിട്ട് ഒരു നല്ലൊരു ഐസ്ക്രീം കഴിക്കുക, അല്ലെ ഒരു സിനിമ ഇട്ടിട്ട് നല്ല ഒരു കുറച്ച് KFC അങ്ങനെ എന്തെങ്കിലും കഴിക്കുക, അതൊരു വളരെയധികം സ്ട്രെസ് റിലീവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ അതിന് പകരം ഇതേ സെയിം കാര്യം തന്നെ കുറഞ്ഞ കലോറിയുള്ള ഫുഡ്സ് കഴിച്ച് ശീലിക്കുക. അതായത് ഈ ഐസ്ക്രീം മാറ്റി നല്ല ഫ്രോസൺ തണ്ണിമത്തങ്ങ അല്ലെ ഫ്രോസൺ ഫ്രൂട്ട് കഴിച്ച് ശീലിക്കുക. അതേപോലെ നമുക്ക് ഈ പറയുന്ന പോലെ KFCക്ക് പകരം നമ്മൾ എയർ ഫ്രൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കഴിച്ച് ശീലിക്കുക. ഒറ്റയടിക്ക് നമ്മുടെ സ്ട്രെസ്സ് മാറ്റുന്ന വഴി മാറ്റാനായിട്ടില്ല, പക്ഷേ സ്ട്രെസ്സ് മാറ്റുന്ന കാര്യങ്ങൾക്കകത്തുള്ള കലോറീസിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കും. ഇപ്പം നമുക്ക് പല സൂപ്പർ മാർക്കറ്റുകളിൽ നമുക്ക് പോപ്ഡ് ആയിട്ടുള്ള ചിപ്സ് കിട്ടും. അതായത് അത് എയർ ഫ്രൈ ആണ് ചെയ്യുന്നത് ബേസിക്കലി. അപ്പം അങ്ങനെയുള്ള കുറഞ്ഞ കലോറി കൊണ്ട് റീപ്ലേസ് ചെയ്യുന്ന ടൈപ്പ് സാധനങ്ങൾ സ്വീകരിക്കുക. കുറച്ച് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് മേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കുറച്ചുകൂടി ആ ജേണി കുറച്ചുകൂടി ഈസി ആയിട്ട് മാറും ഫിറ്റ്നസ്സിലോട്ടുള്ള. ഓക്കെ, അത് നല്ല കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം ഒരു ദിവസം എത്ര നേരം ഫുഡ് കഴിക്കാം അത് ഈ ഡയറ്റ് പ്ലാനിൽ? അത് ഡിപ്പെൻസ്, ഓരോ ആൾക്കാരുടെയും ആവശ്യം പോലെ. ചില ആൾക്കാർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിശക്കത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർ രാവിലെ ഫോഴ്സ് ഫീഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ ബോഡി തന്നെ നമ്മളോട് പറയും എപ്പോഴാണ് വിശക്കുന്നത് എന്നുള്ളത്. നമ്മുടെ ബോഡിയുടെ ഇൻഡ്യൂഷൻസിനെ ലിസൺ ചെയ്യുക. പക്ഷേ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ആൾക്കാർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. നമുക്ക് ബേസിക്കലി വിശപ്പുണ്ടാകുന്ന ഗ്രിലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ ദേഹത്ത് റിലീസ് ആകുമ്പോഴത്തേക്കിനും. അപ്പോൾ ഈ നമ്മളെ രാവിലെ വിശക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ഈ ഗ്രില്ലിൻ്റെ അളവ് നമ്മുടെ ബോഡി കൂടി വരും. എന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് പോയിട്ട് ഒറ്റയടിക്കാൻ കഴിക്കാം. അപ്പോൾ കുറേ ഓവർ ഈറ്റിങ്ങിനുള്ള ചാൻസസ് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധ്യത കൂടുതലാണ്. പക്ഷേ രാവിലെ വിശക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാരുടെ നീഡ്സിനനുസരിച്ച് നമ്മുടെ ബോഡി പറയുന്നത് നമ്മൾ കേൾക്കുക, എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഒരു ബേസിക് കാര്യം. ഈ വയറ് ഉണ്ടാകാൻ പോവാന്ന് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുമോ? ഇങ്ങനെ ഇവന് കുറച്ച് കഴിയുമ്പോൾ കുടവയറ് ചാടും അല്ലെങ്കിൽ
ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ്, അത് വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ബെസ്റ്റ്. അതെ അതെ അതിനെന്തെങ്കിലും ഒരു ടിപ്സ്, ഒരു ഇൻഫർമേഷൻ കിട്ടുമോ? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ണമുണ്ട്, പക്ഷെ അവർക്ക് വയറ് കാണത്തില്ല. അത് ഓരോ ആൾക്കാരുടെ ഫാറ്റ് ജെനറ്റിക്സാ. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഫാറ്റ് കൂടുതൽ സ്റ്റോർ ചെയ്യുന്ന കഷത്തിലായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ തോളത്തായിരിക്കും. പക്ഷെ ചില ആൾക്കാരെ സംബന്ധിച്ച് അത് വയറിലായിരിക്കും. അതപ്പം ഓരോ ആൾക്കാരുടെ ജെനറ്റിക്സ് പോലെ ഇരിക്കും ഈ ഫാറ്റ് എവിടെ ആദ്യം. ചില ആൾക്കാരെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ഡയറ്റ് പ്ലാൻ ഒരാൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കൂട്ടുന്ന അവരുടെ മുഖവും കൈയുമായിരിക്കും, ഏറ്റവും അവസാനം അവരുടെ വയറിലെ വണ്ണം കുറയത്തുള്ളൂ. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ഓരോ ആൾക്കാരുടെ ജെനറ്റിക്സ് പോലെ ഇരിക്കും. പകരം നമ്മൾ കുറച്ച് ജിമ്മിൽ പോയിട്ട് കുറച്ച് വെയിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് കുറച്ച് മസിൽ മാസ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റും. അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയൊരു ടിപ്പ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് ജെനറ്റിക്സ് ആണ് കംപ്ലീറ്റ്ലി അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇത് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്ന ഏത് മിഷൻ ടൈപ്പിലാണോ, മിഷനെ ചെയ്യുന്നതാണോ നല്ലത്, അതോ ജിമ്മിൽ പോയി കഴിയുമ്പോഴത്തേക്ക്? അത് ഓരോ ആൾക്കാരുടെ ആവശ്യം പോലിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എപ്പോഴും മെഷീൻസ് ആണ് ഫ്രീ വെയിറ്റുകളെക്കാളും കുറെ കൂടെ സേഫ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഷീൻസിന് ഓരോ അഡ്ജസ്റ്റ്മെന്റ്സ്, ഓരോ പൊസിഷൻസ് ഉണ്ട്, ഓരോ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. പിന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ മെഷീനുകൾ കുറെ കൂടെ സ്റ്റേബിൾ. എപ്പോഴും ഫ്രീ വെയിറ്റ് മൂവ്മെന്റുകൾ, ഇപ്പൊ സ്ക്വാട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബെഞ്ച് പ്രസ് ആയിക്കോട്ടെ, അങ്ങനത്തെ മൂവ്മെന്റുകൾ കുറച്ചുകൂടി അൺസ്റ്റേബിൾ ആണ്. അതൊരു സ്കില്ല് വേണ്ട ഒരു സംഭവം. അതായത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഫ്രീ വെയിറ്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു സ്കില്ല് വേണം. അത് കുറച്ച് നാൾ കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്താൽ കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ മെഷീൻസ് എപ്പോഴും കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിരിക്കും. ആ ഒരു യൂസർ ഫ്രണ്ട്ലിനെസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവം അതെ, നമുക്കത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിന്റെ റേഞ്ചുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മെഷീൻസ് അങ്ങനത്തെ കാര്യങ്ങളിൽ എപ്പോഴും കുറച്ചുകൂടെ നല്ലതായിരിക്കും ഫ്രീ വെയിറ്റിനെക്കാട്ടിലും. ഈ ഓവർ ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓവർ ട്രെയിനിങ് കൊണ്ട് ആദ്യം വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് റാബ്ഡോമൈലോസിസ് എന്നും പറഞ്ഞുകൊണ്ടൊരു അസുഖം തന്നെയുണ്ട്. അതായത് നമ്മൾ ഓവർ ട്രെയിൻ ചെയ്യുന്ന കാരണം നമ്മുടെ മസിൽ സെൽസുകൾ ഡിസ്ട്രോയ് ആവുന്ന ഒരു പ്രോസസ്സാണ്. അത് നമ്മൾ കുറച്ച് എവിഡൻസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരുപാട് കൂടുതൽ. ഇപ്പം മുൻപേ പറഞ്ഞ പോലെ 2 ദിവസം ആദ്യമായിട്ടൊരു ജിമ്മിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വേദന നോർമലാണ്. പക്ഷേ കൊല്ലങ്ങളായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് വേദന എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദന അതൊരു ബൈ പ്രോഡക്റ്റ് മാത്രം. അതല്ലാതെ പല ആൾക്കാരും ചെയ്യുന്ന പോലെ വേദനയെ ചേസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തികച്ചും ഈ റാബ്ഡോമൈലോസിസ് എന്നും വേദനയല്ലേ ചെയ്യുന്ന എന്നും വേദന. അതുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലാവുന്നില്ല. അതൊരു പരിധി വരെ അഴുക്കാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാക്കുമ്പോഴത്തേക്കിനും അതിന് മെയിനായിട്ട് നമ്മളെ ചാലഞ്ച് ചെയ്യാന്നുള്ള ഉദ്ദേശിക്കുന്നത്. അതായത് ആദ്യമായിട്ട് ജിമ്മിൽ പോയി ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ ഏതൊരു വർക്കൗട്ട് 10 റെപ്പ് ചെയ്തെന്ന് വിചാരിച്ചോ, 2-3 ആഴ്ച കഴിയുമ്പോൾ അത് 12 റെപ്പാവും. ആ 12ാമത്തെ റെപ്പ് ചെയ്യുന്നതുകൊണ്ട് ഒരു പരിധി കൂടുതൽ വേദന ഉണ്ടാവേണ്ട കാര്യമില്ല. അതിന്റെ അർത്ഥം ആ 12ാമത്തെ റെപ്പ് ചെയ്യാനും മാത്രമുള്ള മസിൽസ് നമ്മുടെ ദേഹത്ത് ബിൽഡ് ആയിട്ടുണ്ടെന്നാണ്. അപ്പം പിന്നീട് നമ്മൾ അതിന്റെ വെയിറ്റ് കൂട്ടുമ്പം ഈ പറയുന്ന പോലെ 8 എന്നുള്ള റേഞ്ചിലോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വലിയ വേദനയില്ല. പിന്നെ അത് നമ്മുടെ പ്രോഗ്രാമിങ് പോലെ ഇരിക്കും എസെൻഷ്യലി ഈ വേദന ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യം. എല്ലാ ദിവസവും പോയി വേദന ഉണ്ടാവുന്ന ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. വേദന അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്, അതിനെ നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ വേദന അല്ല അതിന്റെ കോർ എന്നുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോൾ ആരോഗ്യം നോക്കാം ശരി, പക്ഷേ ഈ നമുക്ക് പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു രക്ഷയില്ല, അവിടെ വേദന ഇവിടെ വേദന, എന്നും ജിമ്മിൽ പോകുന്നു. ഇപ്പോൾ വീട്ടുകാർ ജിമ്മിൽ പോകുന്നു, അവർക്ക് എല്ലാം വേദന എന്നും. ലെഗ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ താറാവ് നടക്കുന്നത്. അപ്പൊ അത് ആ ജിമ്മിലുള്ള ട്രെയിനേഴ്സും നടക്കുന്നത് താറാവ് നടക്കുന്ന പോലെ. അതുകൊണ്ട് തന്നെ കാര്യം ഒരാഴ്ചയിൽ ഒരു പേത്ത ഉറപ്പാ. അതൊരു നല്ല ട്രെൻഡ് അല്ല. അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ മസിൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് മസിൽ ബ്രേക്കിങ്ങിനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മസിൽ ബ്രേക്ക് ഡൗൺ അല്ല മസിൽ ഉണ്ടാവാനായിട്ടുള്ള സ്റ്റിമുലസ്, അത് മെക്കാനിക്കൽ ടെൻഷനാണ്. അപ്പം നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയാൽ തന്നെ ഈ വേദനയുടെ അളവ് കുറയ്ക്കാനും പകരം മസിൽ ഉണ്ടാവാനായിട്ടുള്ള സ്റ്റിമുലസ് കൂട്ടാനും പറ്റും. ഇപ്പം നമ്മൾ എന്തൊരു കാര്യത്തിനും അതിന്റെ ബൈ പ്രോഡക്റ്റ് ഉണ്ടെന്ന് പറയുന്ന പോലെ മസിൽ ഡാമേജ് അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടൊരു സൈഡിൽ കൂടെ കാണും. പക്ഷെ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ട്രെയിനറിനെ സംബന്ധിച്ചോളം ഈ വേദനകളുടെ അളവ് കുറയ്ക്കാനും നമ്മളെ മസില് പൊതുവെ നമ്മളെ ലൈഫ് സ്റ്റൈല് അങ്ങനെയുള്ള കാര്യങ്ങൾ എൻഹാൻസ് ചെയ്യാനുമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഒരാളെ സംബന്ധിച്ച് മസിൽ മാസ് ഒരു 50 വയസ്സാകുമ്പോഴത്തേക്കും നല്ല മസിൽ മാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ ഫുഡുകൾ എൻജോയ് ചെയ്യാനും പറ്റും. കാരണം നമുക്ക് വേറെ അസുഖങ്ങളെ പറ്റിയുള്ള ടെൻഷൻ ഇല്ല. മസിലുകൾ എപ്പോഴും കൂടുതൽ ബ്ലഡ് ഫ്ലോയെ സപ്പോർട്ട് ചെയ്യുന്നു, അതേപോലെ ന്യൂട്രീഷൻ പാർട്ടീഷനിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ പല ഫങ്ഷൻസും മസിൽസിനുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഒപ്റ്റിമൽ എന്താണോ അത് നോക്കുക. പകരം ഈ വേദനയെ ചേസ് ചെയ്യുന്ന പരിപാടി നിർത്തുക. എല്ലാ ദിവസവും എപ്പോൾ ലെഗ് ചെയ്ത് കഴിഞ്ഞാൽ വേദന ഉണ്ടെങ്കിൽ അത് അത്ര ഒരു നല്ല സിഗ്നൽ അല്ല. വേദന അതിന്റെ ഭാഗമായിട്ട് അവിടെ ഇവിടെയൊക്കെ കാണണം. പക്ഷെ താങ്ങാവുന്നതിലും കൂടുതൽ വേദന ഉണ്ടെങ്കിൽ അതൊരു റെഡ് അലർട്ട് തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ വർക്കൗട്ട് ഫുൾ ബോഡി ചെയ്താലോ?
ഫുൾ ബോഡി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ബോഡി ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരു 2-3 ദിവസം ജിമ്മിൽ പോകുമ്പോൾ പറ്റിയവർക്ക് ഏറ്റവും ബെസ്റ്റ് വർക്കൗട്ടാണ്. പക്ഷേ ഫുൾ ബോഡി ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. അതായത് വൺസ് എവരി അതർ ഡേ, അല്ലെന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ജിമ്മിൽ പോകുക എന്നുള്ളതാണ്. ആഴ്ച 2 ദിവസം പോയാലും മതി, പക്ഷേ നമ്മൾ ഇൻ്റലിജൻ്റ് ആയിട്ട് അത് പ്രോഗ്രാം ചെയ്യണം. അപ്പം ഒരു മസിലിന് 1-2 വർക്കൗട്ടിൽ കൂടുതലിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ബേസിക്കലി ചെയ്യേണ്ടത്. അതിപ്പോൾ ആഴ്ച 6 ദിവസം ജിമ്മിൽ പോയാലും നമുക്ക് ഒരു മസിലിന് 1-2-3 വർക്കൗട്ട് മാക്സിമം, അതിൽ കൂടുതലിൻ്റെ ആവശ്യമില്ല. അത് 1-2 സെറ്റ് കറക്റ്റായിട്ട് പ്രോഗ്രാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വർക്കൗട്ട് ചെയ്ത് ശീലമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് 1-2 വർക്കൗട്ട് ഒരു മസിൽ ഗ്രൂപ്പിന് ധാരാളമാണ്. നമ്മളൊരു ഫുൾ ബോഡി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർക്കൗട്ടുകൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഫുൾ ബോഡി ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ചെയ്യാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് ഇമ്പോസിബിളാണ്. കാരണം ലെഗിന് പോയിട്ട് 8-10 വർക്കൗട്ട് ആയിരിക്കുന്നത്, അതിന്റെ ആവശ്യമില്ല. ലെഗിന്റെ തന്നെ ഒരു സെക്ഷൻ കിടക്കുന്ന മുഴുവൻ അടിച്ചു തീർക്കാം, കാല് വനക്കാൻ പോലെ കൈ വനക്കാൻ പോലെ ഒന്നും പറ്റത്തില്ല. പിന്നെ അവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ പ്രോട്ടീൻ പൗഡറുകൾ പല ടൈപ്സ് ആണ്. ആ ശരിക്കും പ്രോട്ടീൻ പൗഡർ എടുക്കുന്നത് നല്ലതാണോ, അത് ഏത് കമ്പനി അങ്ങനെ വല്ലതും ഉണ്ടോ? പ്രോട്ടീൻ പൗഡർ എപ്പോഴും ഒരു നല്ല സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതും വേ പ്രോട്ടീൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മസിൽസ് ഗ്രോ ചെയ്യാനായിട്ട് വേണ്ട ഫൗണ്ടേഷൻസ് അമിനോ ആസിഡ്സ് ആണ്. ഈ അമിനോ ആസിഡുകളെല്ലാം തന്നെ ഉള്ള ഒരു നമുക്ക് 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്, അതല്ലാത്ത നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് പ്രോട്ടീൻ പൗഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രോട്ടീൻ പൗഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രോട്ടീൻ പൗഡർ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് പാർട്ടി ലാബ് ടെസ്റ്റിംഗ് ഉണ്ട്. അപ്പം ട്രസ്റ്റിഫൈഡ് അത്യാവശ്യം നല്ല എല്ലാ പോപ്പുലർ ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടി ലാബ് ടെസ്റ്റിംഗ് ആണ്. അങ്ങനെയുള്ള തേർഡ് പാർട്ടി ലാബ് ടെസ്റ്റുകൾ നമ്മൾ തന്നെ റെഫറൻസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ തന്നെ നല്ലൊരു പ്രോട്ടീൻ പൗഡർ സെലക്ട് ചെയ്യുക. അതിനകത്ത് അത്യാവശ്യം എല്ലാ പ്രോട്ടീൻ പൗഡേഴ്സും തന്നെ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലുള്ളതിനകത്ത് ഒരുപാട് ഫേക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങളുണ്ട്. ബട്ട് പ്രോട്ടീൻ പൗഡേഴ്സിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രോട്ടീൻ പൗഡർ 3 ടൈപ്പ് ഉണ്ട്. നമ്മൾ ഐസൊലേറ്റ്, കോൺസെൻട്രേറ്റ്, ഹൈഡ്രോലേസ് എന്ന് പറഞ്ഞ് 3 ടൈപ്പ് ഉണ്ട്. ഇതെല്ലാം തന്നെ പാലിനകത്തുനിന്ന് എടുക്കുന്നതാണ്. ഇപ്പോൾ പാലിനകത്തുനിന്ന് ചീസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന വെള്ളമുണ്ട്, അതാണ് വേ. ഈ വേ ഒരു മെഷീനകത്തൂടെ കടത്തി വിടുമ്പോഴത്തേക്കിന് നമുക്ക് പ്രോട്ടീൻ പൗഡർ കിട്ടും. അപ്പം ഇപ്പം നമ്മൾ ബട്ടറിനെ ഒരു ഹോൾ ഫുഡായിട്ടാണ് കാണുന്നത്, അതുപോലെ തന്നെ കാണേണ്ട ഒരു സാധനമാണ് പ്രോട്ടീൻ പൗഡർ. അതല്ല പാൽ കുടിച്ചാൽ മതി, പക്ഷെ പാലിനകത്ത് പ്രോട്ടീൻ്റെ കണ്ടന്റ് കുറവ് പെർ വോളിയം. ഈ ബട്ടർ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് യെസ്, അതിനകത്ത് കിട്ടുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അതിനകത്തും അത് എനിക്ക് തോന്നുന്നു ഒരു സ്കൂപ്പ് വേ ഉണ്ടാക്കാനായിട്ട് നമുക്ക് 4-5 ലിറ്റർ ആ പാല് വേണം, എങ്കിൽ ആ ലിക്വിഡ് വേണം. ആ വേ ലിക്വിഡ്, റോ വേ ലിക്വിഡ് ഉണ്ടെങ്കിൽ ഒരു സ്കൂപ്പ് വേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് പെർ വോളിയം ഉള്ള പ്രോട്ടീനിലാണ് കാര്യം ഇരിക്കുന്നത്. ഒരു 5-8 ലിറ്റർ വെള്ളം വേണം. അതുകൊണ്ടാണ് അത്യാവശ്യം പ്രോട്ടീൻ പൗഡേഴ്സ് എല്ലാം തന്നെ വെജിറ്റബിൾ പ്രോട്ടീനകത്ത് നമുക്ക് നല്ല പ്രോട്ടീൻ സോഴ്സസ് ഉണ്ട്. നമുക്ക് അതിനകത്ത് സോയ് പ്രോട്ടീൻ ഐസൊലേറ്റ് ആണ് നമുക്ക് അതിനകത്തുള്ള ഏറ്റവും നല്ല. അത് മൈക്രോ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് പ്രോട്ടീൻ, അത് ഫംഗസിനകത്തുനിന്ന് എടുക്കുന്ന ഒരു ടൈപ്പ് പ്രോട്ടീനാണ്. ഈ 2 ടൈപ്പ് പ്രോട്ടീൻ ആണ് നമുക്ക് വെജിറ്റേറിയൻ സോഴ്സസിനകത്തുനിന്ന് കിട്ടുന്ന പ്രോട്ടീൻ പൗഡേഴ്സ് ഏറ്റവും നല്ലത്. പിന്നെ അതല്ലാതെ നമുക്ക് വെജിറ്റേറിയൻ സോഴ്സിൽ ഏറ്റവും നല്ല പ്രോട്ടീൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ പനീർ. അതിനകത്ത് നമുക്ക് ലോ ഫാറ്റ് പനീർ കിട്ടും. ഇതിനകത്തെല്ലാം കാലറിയാണ് ഇതിനകത്ത് മെയിൻ വില്ലൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാധനം മേടിക്കുമ്പോൾ ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് മേടിക്കുക. ലേബിൾ വായിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ബേസിക് ഒരു കാര്യം. നമ്മളിപ്പോൾ ഒരു തുണി എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വിലയെ നോക്കുക, അത് ഏത് ടൈപ്പ് മെറ്റീരിയൽ ആണെന്ന് നോക്കും. കഴിക്കുന്ന സാധനത്തിനകത്തും അതാണ്, അത് സെയിം കാര്യം ശീലിക്കുക. ന്യൂട്രീഷൻ ലേബിൾ വായിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരു നല്ല പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും പൊതുവേ നമ്മളൊരു കോൺസെൻട്രേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് 150 കാലറിക്കകത്തും നമുക്ക് 25 ഗ്രാം പ്രോട്ടീൻ കിട്ടും. അതല്ല നമ്മളിപ്പോൾ ഒരു കടലയ്ക്കകത്തുനിന്ന് 25 ഗ്രാം പ്രോട്ടീൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 600-700 കാലോറിയോളം വരും. അതാണ് അതിനകത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർ കാലറി നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻ്റെ അളവ് ഹൈ ആയിട്ടിരിക്കണം. അതാണ് നമ്മുടെ പ്രോട്ടീൻ പൗഡർ കൊണ്ടുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. പ്രോട്ടീൻ പൗഡർ കഴിച്ചോണ്ടിരിക്കുകയാണ് ടെസ്റ്റ് ചെയ്യണം ഇടയ്ക്ക് ബോഡി. ഒരു ടെസ്റ്റിന്റെ ആവശ്യമില്ല. അത്യാവശ്യം ബ്ലഡ് മാർക്കേഴ്സിനകത്ത് നേരത്തെ അസുഖമൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ പൗഡർ എടുക്കുന്നതുകൊണ്ട് പ്രോട്ടീന്റെ അളവ് നമ്മുടെ ദേഹത്ത് അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ഒരു പരിധി കൂടുതൽ കൂടത്തില്ല. ഓൾറെഡി എന്തെങ്കിലും പ്രീഡിസ്പോസ്ഡ് കണ്ടീഷൻ ഉള്ള ആളാണ്, ഇപ്പം എന്തെങ്കിലും ടൈപ്പ് ഓഫ് ലിവർ ഡിസീസോ അല്ലെങ്കിൽ കിഡ്നി ഫംഗ്ഷനിനകത്ത് എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാളോ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിന്റെ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം പ്രോട്ടീൻ പൗഡേഴ്സ് എടുക്കുക. പക്ഷേ പ്രീവിയസ്ലി യാതൊരുവിധ ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഡിസീസുകൾ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോട്ടീൻ പൗഡർ എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പ്രോട്ടീൻ പൗഡർ ഈ പറഞ്ഞ ബട്ടർ സെയിം അങ്ങനെ ഉള്ളൂ, അല്ലാതെ അതിൽ കൂടുതലൊന്നുമില്ല. അപ്പൊ നീ ഇതിലോട്ട് ഇങ്ങനെ വരാൻ കാര്യം എന്താ? ശരിക്കും ഞാൻ ഇതിലോട്ട് വരാൻ മെയിൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാൻ പണ്ട് നല്ല വണ്ണമുള്ള ഒരാളായിരുന്നു. അപ്പൊ അതിനുശേഷം അറിയാമല്ലോ, ഞാൻ പണ്ട് ഒത്തിരി ഫുഡ് കഴിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞ് വണ്ണം ഒരുപാട് കൂടി എന്ന് തോന്നി. അപ്പോഴത്തേക്കിനും പതുക്കെ ജിമ്മിൽ കയറി വണ്ണം കുറച്ചു, നല്ലപോലെ കുറച്ചു. അതിനുശേഷം പിന്നെ ഒരു സാഹചര്യത്തിൽ ഇച്ചൂടെ വണ്ണം കൂടി.
പിന്നെയും കുറച്ചു. അങ്ങനെ ബേസിക്കലി സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു ജിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജിം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് മാനസികമായിട്ടും കുറച്ച് ഡെവലപ്മെന്റ് വന്നു. നമുക്ക് ഡിസിപ്ലിൻ കൺസിസ്റ്റന്റ് ആയിട്ട് ജിമ്മിൽ പോകും. 5 വർഷമായിട്ട് ജിമ്മിൽ ഞാനിപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നുണ്ട്. അത് നമ്മളെ ഡിസിപ്ലിൻ പഠിപ്പിക്കുക. അതേപോലെ തന്നെ പേഷ്യൻസ്. നമ്മൾ ഒരു കാര്യം നമ്മൾ ജിമ്മിൽ പോയി 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ മസിൽ ഉണ്ടാകത്തില്ല, അത് വർഷങ്ങളുടെ പരിപാടിയാണ്. അപ്പം അങ്ങനെ നമ്മളെ വർഷങ്ങളോളം എടുക്കും ഒരു റിസൾട്ട് കിട്ടാൻ. എന്തൊരു കാര്യവും നമ്മൾ തീരുമാനിക്കാൻ നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാൻ നമ്മൾ ജിമ്മിൽ പോകുക എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് ചെയ്യാനായിട്ട്. പക്ഷേ റിസൾട്ട് വേണം. അത് നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചുകളും നമുക്ക് വരുന്ന മാനസികമായിട്ടുള്ള ചേഞ്ചുകളും അങ്ങനെ പല ഫാക്ടേഴ്സ് കാരണമാണ് ജിമ്മ് ഞാൻ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യാൻ കാര്യം. പിന്നെ അതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതിനകത്ത് ഒരുപാട് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് അതിനെപ്പറ്റി പഠിക്കാൻ. എത്ര വയസ്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ജിം എന്ന് പറയുന്ന സാധനം? ജിമ്മ് എത്ര വയസ്സ് തൊട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് അതിന്റെ വാസ്തവം. പക്ഷെ നല്ലൊരു ട്രെയിനറിനെ കിട്ടണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊച്ചു പിള്ളേരെ നമ്മൾ ജിമ്മിൽ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അടിച്ചു പൊട്ടിക്കുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒട്ടും നല്ലതല്ല. പക്ഷെ അതേസമയം അവർക്ക് വേണ്ട റെസിസ്റ്റൻസ് കൊടുക്കുന്നതനുസരിച്ച് അവർ ഡെവലപ്പ് ആയി വരുവാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം. പണ്ട് കാലത്ത് കളരി ഉണ്ടായിരുന്നു. അപ്പം നല്ല ഒരു ഇവിടെ പോകുമായിരുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അതിനുള്ള റിസൾട്ട് എന്ന് പറയുന്ന പോലെ ഉള്ളൂ ജിം. ഇപ്പോൾ അത് നമ്മുടെ ഇന്ത്യയിലേ ഉള്ളൂ ഈ പ്രശ്നം. നമ്മൾ പുറത്ത് ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ റെസ്ലിംഗ് വലിയൊരു സ്പോർട്ടാണ്. അവിടെ എല്ലാവരും തന്നെ ഹൈസ്കൂളിൽ തൊട്ട് അവർ വെയിറ്റ് ലിഫ്റ്റിംഗ് റൂമിൽ അവർ കയറും. കാരണം അവർക്കത് ആ റെസ്ലിംഗ് ചെയ്യാൻ നേരത്തെ അവർക്ക് അവരുടെ പെർഫോമൻസ്. പക്ഷെ അതുകൊണ്ട് തന്നെ ആരുടെ നീളം കുറഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പണ്ട് തോന്നല ജിമ്മിൽ പോയി കഴിഞ്ഞാൽ പൊക്കം കുറഞ്ഞു പോകും, അങ്ങനെ അതൊരു വലിയ മിത്താണ്. അങ്ങനെ പൊക്കം കുറഞ്ഞു പോകത്തേയില്ല, ഒരു കുഴപ്പം അങ്ങനെ വരത്തില്ല. നമുക്ക് അത് ഓരോ ആൾക്കാരുടെ മെച്യൂരിറ്റി അനുസരിച്ചിരിക്കും. അത് മെയിനായിട്ട് നമ്മുടെ ഗ്രോത്ത് പ്ലേറ്റുകൾ ഫ്യൂസ്ഡ് ആകുമ്പോഴത്തേക്കിനാണ് ഒരാളുടെ ഹൈറ്റ് നിൽക്കുന്നത്. അതൊരു ഹോർമോണൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരാൾ പ്യൂബർട്ടിക്കകത്തൂടെ കടന്നു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നീളം വെക്കും. ആ പ്യൂബർട്ടിക്ക് ശേഷം അവരുടെ ഗ്രോത്ത് പ്ലേറ്റുകൾ ഫ്യൂസ്ഡ് ആകും. അതൊരു ഹോർമോണൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കാര്യം. അത് വർക്കിംഗ് ഔട്ടുമായിട്ട് പ്രത്യേകിച്ച് വലിയ ബന്ധമൊന്നുമില്ല. കോറിലേഷനുകളുണ്ട്, പക്ഷേ അത് തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് അങ്ങനെ ഡയറക്റ്റ്ലി ഒരിക്കലും ബന്ധമുള്ളൊരു കാര്യമേ അല്ല. എത്ര വയസ്സ് വേണേലും പോവാം, മരിക്കുന്ന വരെ പോവാം. നമ്മൾ ഇപ്പം എനിക്ക് തോന്നുന്നു 2-3 നെറ്റിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കണ്ടൊരു പോസ്റ്റാണ്. പക്ഷെ അതിനകത്ത് അത് നോക്കിയാൽ കാണാം. അതിനകത്ത് ഒരു ലോങ് റണ്ണർ ഉണ്ടായിരുന്നു. പുള്ളി പ്രായം ആയപ്പോഴും മാരത്തോൺ ഓടുന്ന ഒരാളാണ്. പുള്ളിയുടെയും അതേപോലെ തന്നെ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ഒരാളുടെ നമ്മൾ മസിലിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ അത് മാരത്തോൺ ഓടിക്കൊണ്ടിരുന്ന ആളുടെ 3/4 മസിലാണ്. അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമാകുമ്പോഴും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മസിൽ വേണം. കാരണം എല്ലുകളെ അനക്കുന്നത് മസിലുകളാണ്, അല്ലാതെ ഫാറ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മസിൽ മാസ് നമ്മൾ പ്രായമാവുന്നതനുസരിച്ച് എന്തോരം റിറ്റെയിൻ ചെയ്യുന്നോ അന്തോരം നമുക്ക് സെൽഫ് ഡിപ്പെൻഡൻ്റ് ആകാൻ പറ്റും. നമുക്ക് വേറൊരാളുടെ സഹായം ഇല്ലാതെ ഒരിടത്തുനിന്ന് എഴുന്നേറ്റ് വേറൊരിടത്ത് പോകാൻ പറ്റുക, വണ്ടി ഓടിച്ച് ഒരിടത്തുനിന്ന് പോകാൻ പറ്റുക, അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. അതിന് നമ്മൾ നമ്മുടെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യുക. ആഴ്ച 3 ദിവസം 2 ദിവസം ജിമ്മിൽ പോയാലും മതി. പക്ഷേ നല്ലപോലെ ഇച്ചിരി ആലോചിച്ചിട്ട് വർക്കൗട്ട് ചെയ്യുക, നല്ലൊരു ട്രെയിനറിനെ കണ്ടുപിടിക്കുക. വർക്കൗട്ട് ചെയ്യുന്നത് ഇപ്പോഴും എന്തുകൊണ്ടും ഒരു നല്ല കാര്യമാണ്. അപ്പോൾ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇല്ല, ജിം ഇല്ലാത്ത സ്ഥലമാണ് തന്നെ വീട്ടിൽ വർക്കൗട്ട് ചെയ്യാം നമുക്ക് ഈസി ആയിട്ട്. നമുക്ക് റെസിസ്റ്റൻസ് ബാൻഡുകൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു ടൈപ്പ് ഓഫ് ആക്സസറീസ് ഉണ്ട്. അത് ബേസിക്കലി ഒരു വലിയ റബ്ബർ ബാൻഡ്. അതിനും കിലോകളുണ്ട്. 10 കിലോ 5 കിലോ 40 കിലോ വരെയുള്ള റെസിസ്റ്റൻസ് ബാൻഡ് നമുക്ക് കിട്ടും. അത് നമുക്ക് ഉപയോഗിക്കാം. വലിയ വിലയൊന്നുമില്ല, 400-500 രൂപ. പക്ഷെ അത് ഈ പറയുന്ന പോലെ പൗണ്ടേജ് കൂടുന്നതനുസരിച്ച് 40 കിലോയുടെ ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വില വരും. പിന്നെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഡംബലുകൾ കിട്ടും. ഡംബലുകൾ ഉപയോഗിക്കാം. നമ്മളിപ്പം ഒരുപാട് മസിൽസ് ഒന്നും ബിൽഡ് ചെയ്യുന്നതല്ല നമ്മുടെ ഫോക്കസ്. പകരം ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം അത് ധാരാളം മതി. അതിന്റെ കൂട്ടത്തിൽ നടക്കാൻ പോവുക. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അപ്പൊ നിങ്ങൾ അങ്ങനെ പോയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ജിം ഞാൻ എപ്പോഴും പറയും, പുറത്തോട്ട് പോകുന്നവരൊക്കെ ഡമ്പലും മേടിച്ചോണ്ട് പോവുക, അല്ലെങ്കിൽ ഇത്തിരി വല്ല ബാൻഡൊക്കെ മേടിച്ചോണ്ട് പോവാന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലതായിട്ട് ശരിക്കും എപ്പോഴും ജിമ്മിൽ പോകുന്നതാണ് എപ്പോഴും ഇതിലും നല്ലത്. പക്ഷേങ്കിൽ വെറുതെ ഇരിക്കുന്നതിലും നല്ലത് എപ്പോഴും റെസിസ്റ്റൻസ് ബാൻഡോ ഡംബലുകളോ ആണ്. വെറുതെ ഇരിക്കുന്നതാണ് എപ്പോഴും എല്ലാവരുടെയും വലിയൊരു പ്രശ്നം. സെഡന്ററി ലൈഫ് സ്റ്റൈലാണ് ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ ഒബീസിറ്റി ഭയങ്കര കൂടുതലാണ്. അതിന്റെ മെയിൻ റീസൺ സെഡന്ററി ലൈഫ് സ്റ്റൈലാണ്. എങ്ങനെയൊക്കെ ആക്റ്റീവ് ആവാൻ ശ്രമിക്കുക. ഇപ്പൊ രാവിലെ വീട്ടുകാരോട് ഒരുമിച്ച് നടക്കാൻ പോവുക, അതൊരു ഫംഗ്ഷൻ ആക്കി മാറ്റുക. രാവിലെ എല്ലാവരെയും വീട്ടുകാരെ ഒരുമിച്ച് ഒരു ഹെൽത്തി ആക്ടിവിറ്റി. അത് വീട്ടുകാർ തമ്മിൽ സംസാരിക്കും, അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ആരോഗ്യം നടക്കും, എല്ലാ കാര്യങ്ങളും ഒരുപോലെ നടന്നങ്ങ് പോകും. നമ്മൾ ജിമ്മിൽ പോകാനായിട്ടെ ആരോട് പറഞ്ഞാലും എല്ലാം പറഞ്ഞ് കേൾക്കും, പോയേക്കാം കുഴപ്പമില്ല, ആ വഴിക്ക് പോകത്തില്ല. ഒരു പ്രായമെല്ലാം വിളിച്ചുകൊണ്ട് ചേർത്ത് പൈസയും കൊടുത്തു, പുള്ളി ആവേശം മൂത്തിട്ട് 1 വർഷത്തെ 10,000-15,000 രൂപ കൊണ്ട് 1 വർഷത്തെ മുഴുവൻ കൊടുത്തു, പിന്നെ പോയിട്ടില്ല അങ്ങോട്ട്. 5 ദിവസം പോയി വേദനയായി. അപ്പോൾ അങ്ങനെയുള്ളവരുടെ എങ്ങനെ ഒരു മോട്ടിവേഷൻ കൊടുക്കാനുള്ള, അവർക്ക് ജിമ്മിൽ പോകണം,
ഞാനിപ്പം കളിക്കാൻ പോകുന്നാൽ അവിടെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ജിമ്മിൽ പോകണം. പോയി കഴിയുമ്പോൾ മനസ്സിലായത് എന്തെല്ലാം പ്രയോജനങ്ങളുണ്ടെന്നുള്ളത്. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി അതൊരു മൈൻഡ് സെറ്റിൻ്റെ ഇഷ്യൂ തന്നെയാണ്. അതായത് നമുക്ക് നമ്മളെപ്പം കംഫർട്ടിൽ നമ്മളായി പോകുന്നു അപ്പം തൊട്ട് നമ്മളെ ലൈഫ് നമ്മളുമായിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ തുടങ്ങും. ബേസിക്കലി നമ്മുടെ ഭാവിയെ പറ്റി എൻവിഷൻ ചെയ്യുക. ലൈഫിന് നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ ലൈഫ് നമ്മളെ ഇങ്ങോട്ട് കയറി പിടിക്കും. അതൊരു റിയാലിറ്റിയാണ്, നമുക്ക് അതിനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഭാവിയിൽ ഈ പറഞ്ഞ പോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുക, കുറേ കാര്യങ്ങളിൽ എൻജോയ് ചെയ്യുക, ആക്ടിവിറ്റിയിൽ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ജിമ്മിൽ പോകുന്നൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മുടെ മോട്ടിവേഷനെ നല്ലപോലെ അഫക്റ്റ് ചെയ്യും. നമുക്കൊരു ദിവസം മടുപ്പാണെങ്കിൽ പോലും വേറൊരാൾ നമ്മളെ അക്കൗണ്ടബിൾ ആക്കി വെക്കും. ഒരു ജിം പാർട്ട്ണറിനെ സെലക്ട് ചെയ്യുക, അതേപോലെ നല്ലൊരു കോച്ചിനെ സെലക്ട് ചെയ്യുക. എപ്പോഴും ഒരു കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു സൈക്കോളജിയും കൂടെ അറിയാവുന്ന ഒരാളായിരിക്കണം. അപ്പം ഒരു ദിവസത്തെ നമ്മൾ അറ്റംപ്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നാളെ വരണം, നാളത്തെ സെഷൻ മിസ്സാക്കരുത്, അങ്ങനെയുള്ള മോട്ടിവേഷണൽ പോകാനായിട്ട് അങ്ങോട്ടൊന്ന് കയറി കിട്ടാനായിട്ട് സ്റ്റെപ്പ് കയറാനായിട്ട് മാർഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മളൊരു പോസിറ്റിവിറ്റിയിൽ നിന്നും നെഗറ്റിവിറ്റിയിൽ നിന്നും നമ്മൾ ചെയ്യണം. അതായത് അത് ഈ പറഞ്ഞ പോലെ സൈക്കോളജിയുടെ ഒരു പരിപാടിയാണ്. അതായത് ബേസിക്കലി നമുക്ക് 2 ടൈപ്പ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്സ് ഉണ്ട്. നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്ന പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. ഇതിനകത്ത് പിള്ളേരൊരു തെറ്റ് ചെയ്യുമ്പോൾ അവരെ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴത്തേക്കും അവർക്കൊരു മുട്ടായി കൊടുക്കുന്നത് പറഞ്ഞാൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അത് അവരുടെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ടാക്ടിക് ആണ്. അപ്പം നമ്മളും അതുപോലെ തന്നെ നമ്മുടെ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കി. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു എക്സ്ട്രീമിസ്റ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഒരു ബാലൻസ് ഇല്ല. അപ്പം ഞാൻ ആ എക്സ്ട്രീമിസത്തിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുക. അതായത് അപ്പം ഡയറ്റ് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡയറ്റ് പിടിച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റം വരെ ഡയറ്റ് പിടിക്കുക. അതൊരു മാനസികമായിട്ടുള്ളൊരു സംഭവം. അപ്പം നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കി അത് എങ്ങനെ നമ്മുടെ അഡ്വാൻറ്റേജിന് വേണ്ടി യൂസ് ചെയ്യാം. ഇപ്പം ജിമ്മിൽ കയറാൻ മടിയുള്ള ഒരാളാണ്, അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജിമ്മിൻ്റെ ഏറ്റവും അടുത്തുള്ള ജിമ്മ് സെലക്ട് ചെയ്യുക, നമ്പർ 1. നമ്പർ 2, നമ്മൾ ജിമ്മിൽ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയും കൂടെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇപ്പോൾ രാവിലെ പാല് മേടിക്കേണ്ട ഒരാളെന്ന് വിചാരിക്കുക, രാവിലെ ജിമ്മിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴി പാല് മേടിച്ചുകൊണ്ട് വരിക. അങ്ങനെ നമ്മൾ ജിമ്മിനെ വേറെ എന്തെങ്കിലും നമുക്ക് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയുടെ കൂട്ടത്തിൽ ലിങ്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ജിമ്മിൽ പോകാനും എളുപ്പമുണ്ട്. അത് ഓരോ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിരിക്കും അതിൽ ഏത് ആക്ടിവിറ്റി ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. പിന്നെ ജിമ്മിൽ നിന്നുള്ള റിസൾട്ട് കിട്ടി തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ജിമ്മ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് തുടങ്ങും. ശരിക്കും നമ്മൾ ജിമ്മിൽ ചെല്ലുമ്പോഴത്തേക്കും അവരിങ്ങനെ അപ്രോച്ച് ചെയ്യും, PT വേണോ, പേഴ്സണൽ ട്രെയിനിങ് വേണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് എടുക്കുന്നതുകൊണ്ട് എന്താണ് ശരിക്കും നമ്മൾ ആദ്യം വിചാരിക്കുമ്പോൾ ഇത് ചെല്ലുമ്പോഴത്തേക്കും അത് എടുത്തില്ലെങ്കിൽ മോശമാണോ, അല്ലെങ്കിൽ എടുത്തവരൊക്കെ ചെയ്യുന്നത് എടുത്തിട്ട് പണി ചെയ്യിക്കുക, അവരെ പിന്നെ വന്നില്ലെങ്കിൽ പുറകെ നടന്ന് ഫോൺ ചെയ്ത് വിളിച്ചാൽ വരുത്തി അവരെ കൊണ്ട് ഒരു പരുവാക്കും. പക്ഷെ അതിൻ്റെ റിസൾട്ട് ഉണ്ട്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഗ്രാജുവലി നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത്, അല്ലെങ്കിൽ അവർ ട്രെയിൻ ചെയ്യൂല എന്താണ്. അപ്പോൾ PT എടുക്കുന്നതിനകത്ത് എന്താ അഭിപ്രായം? PT അതും ഈ പറഞ്ഞ പോലെ നല്ലൊരു കോച്ചാണെന്നുണ്ടെങ്കിൽ PT ഒരു ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ്. കാരണം നമുക്കൊരു ഫൗണ്ടേഷൻ ഇട്ട് തരും, നമുക്ക് കൺഫ്യൂഷൻസ് ഒഴിവായി കിട്ടും. അപ്പോൾ PT എടുക്കുന്നതിനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെറ്റ് പ്രോഗ്രാം തരും. പക്ഷേങ്കിൽ സ്പൂൺ ഫീഡിങ്ങിൻ്റെ പരിപാടി PT എടുക്കുന്നതുകൊണ്ട് ഭയങ്കര ഉള്ളു. അതായത് എന്ത് ചെയ്യണമെന്ന് നമ്മളെ തന്നെ ഡിപ്പെൻഡൻ്റ് ആക്കും. അത് കോച്ചസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റാണ്. അതായത് ബേസിക്കലി നമ്മളൊരു PT ക്ലയൻറ്റ് നമ്മുടെ അടുക്കൽ വരുവാണെങ്കിൽ നമ്മൾ ബേസിക്കലി ചെയ്യുന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ പഠിപ്പിക്കുക. അതായത് ഇന്ന വർക്കൗട്ട് ഇന്ന ദിവസം ചെയ്യുക, അത് പിറ്റേ ദിവസം എന്നോട് വന്ന് ചോദിക്കാതെ തന്നെ ചെയ്യാനായിട്ട് അവരെ ആ വർക്കൗട്ട് ഏതാണ്, ഏത് മസിലാണ് അന്ന് ചെയ്യുന്നത്, ഏത് ടൈപ്പ് മസിലിനെ ഏതൊക്കെ ദിവസമാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പകരം PT പൊതുവേ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് വരുന്നു അത് എന്ന് പറഞ്ഞ് എല്ലാ സ്പൂൺ ഫീഡ് ചെയ്ത് ബേസിക്കലി അത് കോച്ചസിൻ്റെ ഒരു ടാക്ടിക്കാണ് ഡിപ്പെൻഡൻ്റ് ആക്കാനായിട്ട്. അതാകുമ്പോൾ അവരില്ലാതെ വേറൊന്നും ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ അതൊരു ടോക്സിക് ആയിട്ടുള്ള ലൂപ്പാണ്. നമ്മളൊരു ക്ലയൻറ്റിനെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് അവർക്കും മനസ്സിലാവണം. ചെയ്യുന്ന വർക്കൗട്ട് ഏത് മസിലിനാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് ഇത്ര ചെയ്യുന്നതുകൊണ്ട് ഇത്ര ഗുണമുണ്ടെന്ന് നോക്കുക, നമ്മുടെ പ്ലാൻ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എടുക്കൽ ഒരു പേഷ്യൻ്റ് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുമെന്ന് വിചാരിക്കുക. ഒരു നല്ല ഡോക്ടറാണെന്നുണ്ടെങ്കിൽ അസുഖം എന്നാന്ന് പറഞ്ഞു കൊടുക്കും, അതല്ല ചുമ്മാ മരുന്ന് എഴുതി വിടുകയല്ലേ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരു PT ക്ലയൻറ്റിനെ സംബന്ധിച്ചോളം. ഒരു നല്ല കോച്ചാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാൻ എന്താണ്, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ മനസ്സിലാക്കുക എന്നൊക്കെ ഉള്ളൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ കാശിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കിനാണ് ഇതെല്ലാം ഒരു ടോക്സിക് ആയിട്ടുള്ള ലൂപ്പിലോട്ട് പോകുന്നത്. അതൊരു തികച്ചൊരു നല്ല കാര്യമല്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ എന്നാ പറയുന്നത്, ഇത് ലേഡീസിനും ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? പിള്ളേർക്ക് കുഴപ്പമില്ല, ലേഡീസിന് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല? ഒരു കുഴപ്പമില്ല. ഈ ലേഡീസിനാണ് ആക്ച്വലി ഏറ്റവും കൂടുതൽ ജിമ്മ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലേഡീസിന് ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ബോൺ ഡിറ്റീരിയറേഷൻ അല്ലെ ബോൺ ഡെൻസിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു തുടങ്ങും. നമുക്ക് ഏറ്റവും കൂടുതൽ ബോൺ ഡെൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വേണ്ട ഒരു സാധനം മസിൽ മാസ് ആണ്. അതായത് നമുക്കൊരിക്കലും ഇപ്പം ബോണിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഡയറക്റ്റ്ലി പറ്റത്തില്ല. പകരം മസിലിൻ്റെ
ഒരു വെയിറ്റ് എടുക്കാനായിട്ട് നമ്മൾ ഈ പറയുന്ന ടെൻഷൻ എന്തോരം കൂടുന്നു അതിനനുസരിച്ച് ബോണ് ടെൻഡൻസ് ഒക്കെ നമ്മൾ അഡാപ്റ്റ് ആയി വരും. ഇതെല്ലാം ബേസിക്കലി ഒരു സ്ട്രെസ്സാണ്. അതായത് നമ്മൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സാണ്. പക്ഷേങ്കിൽ ആ സ്ട്രെസ്സിനോട് പോസിറ്റീവ്ലി അഡാപ്റ്റ് ചെയ്യുന്ന അത്രയും മാത്രം സ്ട്രെസ് കൊടുക്കുക. മുന്നേ പറഞ്ഞ പോലെ ഓവറായിട്ടുള്ള സ്ട്രെസ്സുകൾ കൊടുക്കുമ്പോഴത്തേക്കിനാണ് ഈ തീരാവേദനകളും ജിമ്മിൽ പോകാനായിട്ടുള്ള മടികളും വന്നു തുടങ്ങുന്നത്. പകരം റിക്കവറബിൾ സ്ട്രെസ് കൊടുക്കുക. അതിന് നമ്മൾ എക്സസൈസിൽ നമ്മൾ മാക്സിമം റിക്കവറബിൾ വോളിയം അല്ലെങ്കിൽ മിനിമം റിക്കവറബിൾ വോളിയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് ടെക്നിക്കലായിട്ടുള്ള ടേംസിൽ വിളിക്കുക. അതായത് ഒരാൾക്ക് പോസിറ്റീവായിട്ടുള്ള അഡാപ്റ്റേഷൻസ് ഉണ്ടാക്കുന്നതിന് മാത്രം ട്രെയിനിങ് കൊടുക്കുക. അതാകുമ്പോഴത്തേക്കിനും ഓവർ എ പീരീഡ് ഓഫ് ടൈം അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഇതായിരിക്കും റിസൾട്ട് ആയിരിക്കും കൂടുതൽ നെഗറ്റീവ് ഫീഡ്ബാക്കിനെക്കാട്ടും. ശരിക്കും ഒരു ഡയറ്റ് പ്ലാൻ എങ്ങനെ ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും? ഒരു ഡയറ്റ് പ്ലാൻ ഇപ്പം ഫാറ്റ് ലോസ് ആണ് ഒരാളുടെ മെയിൻ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിലെല്ലാം മെയിൻ്റനൻസ് കാലറി കാൽക്കുലേറ്റർ എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സൈറ്റ് കിട്ടും. മെയിൻ്റനൻസ് കാലറി കാൽക്കുലേറ്റർ. അതായത് ഒരാൾ ഇരിക്കുന്ന പോലെ ഇരിക്കാനായിട്ട് എന്തോരം കലോറി കഴിക്കണം, അതാണ് നമ്മുടെ കാലോറിക് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം അതിലേതേലും ഒരു സൈറ്റ് എടുക്കുക. അപ്പം നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, എത്ര പ്രായമായി, ആഴ്ചയിൽ എത്ര ദിവസം ജിമ്മിൽ പോകും, ഇങ്ങനെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അത് ചോദിക്കും. നമ്മൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും അത് നമുക്കൊരു കാലറി തരും. ഇപ്പം എൻ്റെ മെയിൻ്റനൻസ് കാലറി ഞാൻ ജിമ്മിൽ അതിനകത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി ഒരു 2200 ആയിട്ടായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് വണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനേക്കാൾ ഒരു 200 കലോറി കുറവ് കഴിക്കും. അപ്പം ഞാൻ ഒരു 2000 കാലറീസിൽ കഴിക്കുന്ന സാധനങ്ങൾ അളന്ന് കഴിക്കും. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് മേ ബി ഒരു 4 മുട്ടയും 1-2 പീസ് ബ്രെഡോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി കൊടുക്കും. ഉച്ചയ്ക്ക് ഞാൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 100 to 150 ഗ്രാംസ് റൈസും കുറച്ച് ചിക്കനും കുറച്ച് വെജിറ്റബിൾസും കഴിക്കും. അതിൻ്റെ ഇടയിൽ വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് തണ്ണിമത്തങ്ങ, ഭയങ്കര ലോ കാലറി ആയിട്ടുള്ളൊരു ഫുഡാണ് തണ്ണിമത്തങ്ങ ഒരു വലിയ ഹാക്കാണ്. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ മുട്ടയോ വിത്തിൻ 2000 കാലറീസ് എനിക്ക് കഴിക്കേണ്ടതോ കഴിക്കാം. അതിനകത്ത് എനിക്ക് ഐസ്ക്രീം വേണമെങ്കിൽ കഴിക്കാം. നമുക്ക് ഇന്റർനാഷണൽ ലെവലിൽ ഒരു പുള്ളി ഭയങ്കര ഫേമസ് ആണ്, ട്വിങ്കി മാൻ എന്നാണ് പുള്ളിയെ വിളിക്കണേ. പുള്ളി ഭയങ്കര മോർബിഡ്ലി ഒബ്യൂസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പുള്ളി വണ്ണം കുറച്ച് കേക്ക് കഴിച്ചാൽ, പക്ഷേ പുള്ളി ഒരു ദിവസം 1-2 പീസ് കേക്കും, അത് ട്വിങ്കീസ് എന്ന് പറഞ്ഞൊരു കേക്ക് കിട്ടുമായിരുന്നു. അത് അമേരിക്കയിൽ അവൈലബിൾ ആയിട്ടുള്ള കേക്കാണ്. പുള്ളി ആ കേക്ക് കഴിച്ചാണ് വണ്ണം കുറച്ചത്. അതൊരു ബേസിക് സ്റ്റഡിയാണ്. അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കഴിച്ചാലും നമ്മൾ കലോറിയിൽ കുറവ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ണം കുറയും. അതിന് ബേസിക് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ടാക്ടിക്കാണ് ഇത്. മെയിൻ്റനൻസ് കാലറി കണ്ടുപിടിക്കുക, അതിൽ നിന്നൊരു 200 to 300 കാലറീസ് കുറവ് കഴിക്കുക. അപ്പം നമുക്ക് വണ്ണം പതുക്കെ കുറഞ്ഞു തുടങ്ങും. അപ്പോൾ ഒരു ഫുഡ് കാണുമ്പോൾ നമ്മളെങ്ങനെ അറിയും ഒരു ഇത്ര കാലറി? ഒരു പുട്ടും പടം രാവിലെ പുട്ട് കഴിക്കും, പുട്ടും കടലയും വെച്ചു. അപ്പോൾ എത്ര കാലറി എങ്ങനെ അറിയും? അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ആപ്പ് പോലെ ഉണ്ട് മെഷർ ചെയ്യാനായിട്ട്? മെഷർ ചെയ്യാനായിട്ട് 2-3 ആപ്പുകൾ അവൈലബിൾ ആണ്. അത് ചിലതൊക്കെ പേയ്മെന്റ് ഉണ്ട്, ചിലതൊന്നും പേയ്മെന്റ് ഇല്ല. ഇപ്പം മൈ ഫിറ്റ്നസ് പാൽ അതൊരു നല്ല ആപ്പാണ്. അത് കുറച്ച് ഇന്ത്യൻ ഫുഡുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് ഏറ്റവും നല്ലതെന്ന് പറയുമ്പോഴത്തേക്കും ക്രോണോമീറ്റർ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അത് കുറച്ച് ഇച്ചിരി ഒരു പേവോളുള്ള ആപ്പാണ്. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസും, അതായത് ഇപ്പം നമുക്കൊരു ഫുഡിനകത്ത് എന്തോരം സിങ്ക്, എന്തോരം മാഗ്നീഷ്യം കിട്ടുന്നു, അങ്ങനത്തെ കാര്യങ്ങളും കൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം നമുക്ക് എവിടെ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു, അവിടെ നമുക്ക് അതിന് വേണ്ടി മേ ബി സപ്ലിമെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ടോ വെജിറ്റബിളോ കൂടുതലായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല ആപ്പുകളുണ്ട്. പിന്നെ അതല്ലാതെ ഗൂഗിൾ യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ രാവിലെ പുട്ടെടുക്കുക. അപ്പോൾ ഒരു ചിരട്ട പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 300 ഗ്രാംസ് കാണും. അപ്പം ഞാൻ ഗൂഗിളിനകത്ത് അടിച്ചു കൊടുക്കും. അപ്പം അരിപ്പുട്ട്, ഗോതമ്പുട്ട് ഓരോന്നിനകത്ത് ഓരോ കാലറിയാണ്. അപ്പം ഞാൻ ഗൂഗിളിന് അടിച്ചു കൊടുക്കും 300 കാലറീസ് ഓഫ് അരിപ്പുട്ടിനകത്ത് എന്തോരം കാലറീസ് ഉണ്ട്, അപ്പോൾ അത് തരിക. അപ്പോൾ ആ കാലറി ഞാൻ ആഡ് ചെയ്യും. പക്ഷേ ബാക്കിയുള്ള ഫുഡുകൾ ഞാൻ ഈ 2000-നകത്തുനിന്ന് കുറവായിരിക്കും കഴിക്കുന്നത്. അങ്ങനെയാണ് ബേസിക്കലി നമ്മളൊരു ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്യുന്നത്. അതോ എന്നും അത് തന്നെ കണ്ടിന്യൂ ചെയ്യണോ അതോ മാറി അത് ഡിപ്പെൻസ്. ഇപ്പം എന്നും ഒരേ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഓരോ ദിവസവും വേറെ ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ പ്രശ്നം ഓരോ ദിവസവും നമ്മൾ ഇതുപോലെ കാൽക്കുലേഷൻസ് കൂടി വരും. ഇപ്പം എന്നെ സംബന്ധിച്ച് ഇതെൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു അഭിപ്രായം കൂടെയാണ്. ഞാൻ എല്ലാ ദിവസവും ഒരേ ഫുഡാണ് കഴിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷർമെൻറ്റിൻ്റെ അളവ് അപ്പോൾ എനിക്ക് ഒരേപോലെയാണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ എല്ലാ ദിവസവും 50 ഗ്രാം ഓട്സ് ആണ് കഴിക്കണത്. അപ്പം എനിക്ക് അറിയാം 50 ഗ്രാം ഓട്സിനകത്ത് ഇത്ര കാലറീസേ ഉള്ളെന്ന്. അപ്പം ഞാൻ 50 ഗ്രാം ഓട്സ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും കാലറീസേ ഉള്ളൂ. എനിക്ക് അപ്പം ഓരോന്നിൻ്റെയും കാലറി എന്തോരം സെർച്ച് ചെയ്യേണ്ട. പക്ഷേ അതേസമയം ഇപ്പം എല്ലാ ദിവസവും കുറച്ചുകൂടെ മെയിനായിട്ട് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളിത് എന്തോരം കാലം കണ്ടിന്യൂ ചെയ്യുന്നുള്ള. ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരേപോലത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവർ മടുക്കും. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് 2 ദിവസം ഒരേപോലത്തെ ഫുഡ് കഴിക്കുക, 3 ദിവസം മാറ്റി കഴിക്കുക, പിന്നെ 2 ദിവസം ഒരേപോലത്തെ ഫുഡ് കഴിക്കുക, പിന്നെ 3 ദിവസം മാറ്റി കഴിക്കുക. ഒരാളുടെ പേഴ്സണൽ ഏതാണോ അവർക്ക് ഇഷ്ടമുള്ളൊരു ടാക്ടിക്ക് അത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എത്ര നാൾ കണ്ടിന്യൂ, ഇപ്പം ഞാൻ പറഞ്ഞില്ല 5 വർഷമായിട്ടാണ് എനിക്കൊരു റിസൾട്ട് വന്നത് എന്ന് പറയുന്ന പോലെ തന്നെ എത്ര നാൾ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ടൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുമോ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം അതിനകത്ത് നമുക്കിപ്പം ചില ദിവസം എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നി, ഞാൻ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരു നേരത്തെ ചപ്പാത്തി ചിലപ്പോൾ കട്ട് ചെയ്യും. അങ്ങനെ നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കും എപ്പോഴും ഏറ്റവും നല്ലത്. ആൾക്കാർ പറയുന്നതാക്കോ ഏതായാലും ചാവും, എന്നാൽ പിന്നെ
കഴിച്ചിട്ട് ചാകാമല്ലോ എന്ന് ആ, പറയും. അതെ അപ്പൊ അതെ ഇവനൊക്കെ നമ്മൾ ശരിക്കും നമ്മൾ അസൂയ സങ്കടം എല്ലാം വരും. ഇവൻ എണ്ണ കൊടുത്താലും കഴിക്കത്തില്ല, അവൻ ചിക്കൻ പുഴുകി കഴിക്കും, മുട്ട ചിലപ്പോൾ 5-6 എണ്ണം കഴിക്കും, അതിനോട് ബ്രെഡ് മാത്രം കഴിക്കും. അങ്ങനെ കഴിക്കുന്നത് അപ്പം നമ്മളെ എണ്ണ ആസ്വദിച്ച് കഴിക്കുന്ന അപ്പം ആസ്വദിച്ച് ആഴ്ച ഒരിക്കൽ കഴിക്കും. അതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ആസ്വദിച്ച് കഴിക്കുമ്പോൾ എനിക്ക് ഗിൽറ്റ് ഇല്ലാതെ കഴിക്കാൻ പറ്റും. അപ്പൊ ഞാനിപ്പോൾ ആഴ്ച 5 ദിവസവും നന്നായിട്ട് കഴിച്ചു, 6ാമത്തെ ദിവസം എൻ്റെ കയ്യിൽ നിന്ന് പോയാലും എനിക്ക് സമാധാനമുണ്ട്. കാരണം 5 ദിവസം ഞാൻ ഒരേപോലെ നിന്നത്. പിന്നെ ലൈഫ് എൻജോയ്മെന്റിന്റെ ഒരു വലിയ ഭാഗമാണ്. പക്ഷെ അതിനകത്ത് നമുക്ക് എൻജോയ്മെന്റ് എങ്ങനെ വേണോ നമുക്ക് തീരുമാനിക്കാം. അത് ഓരോ ആൾക്കാരുടെ ഇപ്പോൾ ഫുഡിനകത്തുനിന്ന് ഒരു പരിധി കൂടുതൽ എൻജോയ്മെന്റ് കണ്ടെത്തുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് നല്ല ബ്ലഡ് ലെവൽസ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വൈകുന്നേരം വരെ നല്ല എനർജി ഉണ്ട്. അതും ഒരു സന്തോഷം തരുന്നൊരു കാര്യമല്ലേ. അവർ ഈ ഒരു ഫാക്ടർ മിസ് ഔട്ട് ചെയ്തിട്ടായിരിക്കും ഈ രാവിലെ മുതൽ നെയ്യപ്പം എന്നൊക്കെ പറയുന്ന ഓരോരോ ഒരുപാട് ജങ്കായിട്ടുള്ള ഫുഡുകൾ കഴിച്ച് ശീലിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അവർ രാവിലെ എഴുന്നേൽക്കുമ്പം നമ്മളൊരു വൈകുന്നേരം പോയിട്ട് ഒരു 4-5 ഏത്തപ്പഴം മറ്റേ ഏത്തയ്ക്ക അപ്പം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്ന് ഒരു ചളിപ്പും മടുപ്പുമായിരിക്കും. അപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജങ്ക് ഫുഡ് കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരങ്ങനെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത് ത്രൂ ഔട്ട് ദ ഡേ. പക്ഷേ അതേസമയം രാവിലെ നമ്മൾ ഹെൽത്തി ആയിട്ടൊരു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ എനർജിയാണ്, നമുക്ക് നല്ല ഫീലിങ്സ് ആയിരിക്കും, നല്ല മൂഡായിരിക്കും. അപ്പം നമ്മൾ ഒരാളോട് പെരുമാറുന്ന രീതിയെ വരെ നമുക്ക് ഫുഡ് അഫക്റ്റ് ചെയ്യും. അതിന് നമുക്ക് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബോഡിക്ക് അതൊരു സാധനം തന്നെയാണ്. അതായത് നമ്മുടെ വയറിനകത്തുള്ള ബാക്ടീരിയകൾ നമ്മുടെ ബ്രെയിനിന് സിഗ്നൽ സെൻഡ് ചെയ്യും എങ്ങനെ നമ്മുടെ മൂഡ് റെഗുലേറ്റ് ചെയ്യണമെന്ന്. അപ്പം നമ്മൾ അഴുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ മനസ്സിനെ പോലും ബാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു ഐസ്ക്രീം കഴിക്കാൻ തോന്നി, കഴിച്ചോണം, ഒരു കുഴപ്പമില്ല. പക്ഷേ അതൊരു ബാലൻസ് ആണ്. ഒരു 70% വരെയും നല്ല ഫുഡുകൾ, ഒരു 30% വരെയും കുഴപ്പമില്ലാത്ത അഴുക്ക് ഫുഡുകളും കഴിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത പോലെ ബാലൻസ് ചെയ്തു പോകും. ബേക്കറി ഫുഡൊക്കെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ജങ്ക്. അതെ 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 നല്ല ഫുഡുകൾ എന്ന് പറയാനായിട്ട് ബേക്കറി ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല. അതിനകത്ത് ഈ പറയുന്ന പോലെ പഫ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന പോലെ ഡാൽഡ പോലെയുള്ള ഐറ്റംസ് ആണ് കൂടുതൽ. മുട്ട പഫ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആകപ്പാടെ ഉള്ള ഒരു സാധനം മുട്ട, അതല്ലാതെ ബാക്കി ഒന്നും അതിനകത്ത് അത്ര ഹെൽത്തി എന്ന് പറയാനായിട്ടില്ല. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഹെൽത്തി അൺഹെൽത്തിയുടെ ഒരു ബാലൻസ് ആണ്. 70% 80% ഓഫ് ദ ടൈം ഹെൽത്തി ആയിട്ട് കഴിക്കുക, ബാക്കി 20% ഓഫ് ദ ടൈം ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുക. അതാകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിന് റിലാക്സേഷൻ കിട്ടും, എന്നാൽ ശരീരത്തിന് നല്ല ഫീലിംഗും ആയിരിക്കും. ഈ നല്ല ബാക്ടീരിയ ഉണ്ടാക്കിയെടുക്കാനായിക്കണം ഒരുപാട് ഡിഫറെൻറ്റ് പച്ചക്കറികളും ഫ്രൂട്ട്സും കഴിക്കുക. നമ്മൾ ബേസിക്കലി മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഗട്ട് മൈക്രോബയോം എന്നാണ് നമ്മുടെ വയറിനകത്തുള്ള ബാക്ടീരിയയുടെ എക്കോസിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണത്. അപ്പം ഒരുപാട് പച്ചക്കറികളും ഒരുപാട് ഫ്രൂട്ട്സും ഫൈബറും അത്യാവശ്യം നല്ലപോലെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വയറിനകത്തുള്ള ബാക്ടീരിയ ബേസിക്കലി അവർക്ക് എനർജി കിട്ടുന്ന ഈ ഫൈബറിനകത്തുനിന്നും ഫ്രൂട്ട്സിനകത്തുനിന്നും ഈ ഒരുപാട് കളറുള്ള വെജിറ്റബിൾസ് ഉണ്ട്. അതിനകത്തൊക്കെ ഒരുപാട് പോളിഫീനോൾസ്, ആൻറ്റി ഓക്സിഡൻസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. ഈ കെമിക്കൽസ് എല്ലാം തന്നെ നമ്മുടെ വയറിനകത്തുള്ള ബാക്ടീരിയനെ എൻറിച്ച് ചെയ്യും. അപ്പം നമുക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് നല്ല ഫീലിങ്സ്, നല്ല മൂഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ തൈര് നല്ലപോലെ കഴിക്കുക. പ്രോബയോട്ടിക് റിച്ച് ആയിട്ടുള്ള ഫുഡ്സുകളുണ്ട്, അതാണ് തൈര്, കമ്പൂച്ച പോലെയുള്ള സാധനങ്ങളൊക്കെ. അപ്പം അങ്ങനത്തെ ആഹാരങ്ങളൊക്കെ. കമ്പൂച്ച എന്ന് പറഞ്ഞൊരു ഫെർമെൻറ്റഡ് ഡ്രിങ്കാണ്. അത് ബേസിക്കലി ഷുഗറിനകത്ത് ഒരു ബാക്ടീരിയ ഉണ്ട്, കോബി ബേസ് എന്ന് അതിന് പറയണേ. അപ്പം അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കിനും അതിനകത്തുള്ള ഈ ബാക്ടീരിയയുടെ കൾച്ചർ വളരും. അപ്പം ബേസിക്കലി നമ്മളെ വയറിനകത്തോട്ട് നമ്മൾ നല്ല ബാക്ടീരിയനെ ഫീഡ് ചെയ്യുകയാണ്. അത് ഒരുപാട് നല്ലതാണെന്നല്ല, ബട്ട് ദെൻ നമുക്കൊരു ഒരു ബെവറേജ് എൻജോയ് ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പം നല്ല ബാക്ടീരിയകളെ വയറിനകത്തുള്ള പോപ്പുലേഷൻ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നല്ല കാര്യമാണ്. അതിന് ബേസിക്കലി ഒരുപാട് കളറിലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് കാര്യം. അതും ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പോയിട്ട് ഈ ഫ്രൂട്ട്സിൻ്റെ ഇതിൻ്റെ അളവ് കൂട്ടുക, അതിനൊരു ഡോസ് റെസ്പോൺസ് ഉണ്ട്. ഇപ്പം ഞാൻ ഫൈബർ കഴിക്കാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഒരുപാട് ഫൈബർ കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ ബോഡി നെഗറ്റീവ്ലി റെസ്പോണ്ട് ചെയ്യും. കാരണം ഈ ഫൈബറിനെ ദഹിപ്പിക്കാൻ മാത്രമുള്ള ബാക്ടീരിയ എൻ്റെ വയറ്റിലില്ല. അപ്പം അതിനും ഓരോരോ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് പതുക്കെ കൂട്ടി വരിക. ഡെയിലി ഒരു 5 ഗ്രാം ഫൈബറിൽ നിന്ന് തുടങ്ങുക. പിന്നെ ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഒരു 7-8 ഗ്രാം ആക്കുക. അങ്ങനെ ബേസിക്കലി ഫ്രൂട്ട്സും എല്ലാവരും പൊതുവെ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒരുപാട് കഴിച്ച് കഴിഞ്ഞിട്ട് ഗ്യാസ് അങ്ങനത്തെ പ്രശ്നം എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ മെയിൻ പ്രശ്നം ആദ്യമേ പോയിട്ട് ഒരു കൊട്ട ആപ്പിൾ, ഒരു കൊട്ട അതും ഇതൊക്കെ കഴിച്ച് തരും. അങ്ങനെയല്ലേ, എല്ലാത്തിനും ഒരു മോഡറേഷൻ ഉണ്ട്. നമ്മൾ എന്ത് സാധനം കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലെവൽ പതുക്കെ കൂട്ടി വരുള്ളൂ. ഒറ്റയടിക്ക് ഡയറ്റിനകത്തോട്ട് മൊത്തത്തിൽ വ്യത്യാസം വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പോസിറ്റീവായിട്ടായിരിക്കത്തില്ല ഇപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നത്. അതൊരു വലിയ കാര്യമാണ്. പക്ഷെ നമ്മളിപ്പം ഈ വല്ലയിടത്ത് പോവുകയും വല്ല ഫംഗ്ഷന് പോവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താ ഫുഡ് ഇപ്പം നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം ഓരോ കമ്പനിയുടെയൊക്കെ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ 100-200 ഐറ്റം ഇരിക്കുക. അത് എന്നാ കഴിക്കുന്നത് കോമ്പിനേഷൻ അങ്ങനെ ശരിക്കും പറയാം. നമ്മളിപ്പോൾ പണ്ട് കാലത്ത് പറയത്തില്ലേ വിപരീത ആഹാരം ഒക്കെ പറയത്തില്ലേ, എന്താ പറയുക, ഈ കോമ്പിനേഷൻ എങ്ങനെയാണ് കഴിക്കുന്നത്? അതും ഈ പറഞ്ഞ ഇപ്പം നമ്മൾ ചിക്കൻ എടുത്തു വെച്ചാൽ അതിൻ്റെ കൂടെ സാലഡ് കഴിക്കുന്നു, അതൊരു ശരിയായ പ്രവണത. തൈരും
അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെയും ഫൈബറിൻ്റെയും ഈ പറയുന്ന പോളിഫിനോൾസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. പക്ഷേ അതിനകത്തും മെയിൻ ഇപ്പം നമ്മളൊരു വെക്കേഷന് പോവാണ്, ഒരു 3 ദിവസത്തേക്ക് ഒരു വെക്കേഷൻ നമ്മൾ പോവാണ്. അപ്പം ഈ പറഞ്ഞ പോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ച, അപ്പം ഇതെല്ലാം നമ്മൾ കാശ് അങ്ങോട്ട് കൊടുത്ത് താമസിച്ച് ഫ്രീ ആയിട്ടുള്ള ബൊഫേ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും അത് മിസ് ഔട്ട് ചെയ്യരുത്. ഞാൻ പറഞ്ഞിട്ട് അതിനൊരു 2 ആഴ്ച മുന്നേ കുറച്ചുകൂടെ കുറവ് കലോറി കഴിക്കുക. രാവിലത്തെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനകത്തുനിന്ന് മേ ബി ഒരു ചപ്പാത്തി കുറയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെയും രാവിലത്തേനും അത് ഒരു ചപ്പാത്തി കുറയ്ക്കുക. അപ്പോൾ ഈ 2 ദിവസം നമ്മൾ പിന്നീട് പോയിട്ട് എൻജോയ് ചെയ്യുന്നത് നമുക്ക് ഗിൽറ്റ് ഫ്രീ ആയിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റും. അതൊരു ബാലൻസ് ആണ്. അപ്പം ആ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ വണ്ണം കൂടത്തുമില്ല കുറയത്തുമില്ല, നമുക്ക് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം ഫുഡുമായിട്ട് നമുക്കൊരു നെഗറ്റീവ്, ഇത് കഴിച്ചു പോയല്ലോ, അങ്ങനെ വരുമ്പോൾ ഫുഡുമായിട്ടൊരു നെഗറ്റീവ് റിലേഷൻഷിപ്പ്, ഒരു ഗിൽറ്റി ഫീലിംഗ് വരും. അതും ഒരു നെഗറ്റീവ് സൈക്കിളാണ്. അപ്പം ഫുഡുകൾ എൻജോയ് ചെയ്യാൻ പഠിക്കുക, നല്ല മൈൻഡ്ഫുൾ പ്രസൻസോടുകൂടി ഫുഡുകൾ എൻജോയ് ചെയ്യുക എന്ന് പറയുന്നതും ഒരു സ്കില്ലാണ്. അതെല്ലാം ഒരു ബാലൻസ് ആണ് ബേസിക്കലി. പല ആൾക്കാർക്ക് ലൈഫിൽ ഇല്ലാത്ത പോകുന്ന ഒരു സാധനമാണ്. ഫുഡുമായിട്ട് പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, എന്നാൽ ഫുഡിനെ മിതമായ നിരക്കിൽ ഉപയോഗിക്കുക. ഫുഡുമായിട്ട് ഒബ്സഷൻ ഉണ്ടാവാതിരിക്കുക, എന്നാൽ ഫുഡിനെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു ബാലൻസ് ആണ്. അത് നമ്മൾ കുറേ നാൾ കഴിച്ചു വരുന്നതിൻ്റെ ശീലങ്ങളുടെ ഭാഗമായിട്ട് കിട്ടുന്നൊരു കാര്യമാണ്. ആരും ഒറ്റയടിക്ക് വണ്ണം വെച്ചാൽ കൊല്ലങ്ങളായിട്ടുള്ള അഴുക്ക് ഫുഡ് ഹാബിറ്റ്സ് ആണ് ഒരാളെ വണ്ണത്തിലേക്ക് ലീഡ് ചെയ്യുന്നത്. അത് ലീഡ് ചെയ്യുന്നത് മെയിൻലി മനസ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർവൈവലിന് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സാധനമായതുകൊണ്ട് നമ്മുടെ ബോഡി അതുമായിട്ട് ഒരുപാട് ഇമോഷൻസിനെ കണക്റ്റ് ആക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പം മധുരം കഴിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടണത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് അത് മനസ്സിലാവുന്നത് സന്തോഷമായിട്ടാണ്. കാരണം ഫുഡ് എസെൻഷ്യലാണ് സർവൈവലിന്. അപ്പോൾ ഫുഡുമായിട്ടൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെയുള്ള ആഹാരങ്ങൾ കഴിക്കത്തുള്ളൂ. ശരിയല്ലോ. ഇത് വലിയൊരു കടൽ പോലെ കിടക്കുന്ന ഒരു സംഭവമാണ്. ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞാൽ അങ്ങനെ തീരത്തുമില്ല. ആൾക്കാർക്ക് വേണ്ടി സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം, നിൻ്റെ നമ്പർ താഴെ ഇടാം. അതിന് വാട്സാപ്പോ അല്ലെങ്കിൽ അതിനകത്ത് വഴി എങ്ങനെയാലും ഒന്ന് ചാറ്റ് ചെയ്തിട്ട് ആൾക്കാർക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക. ദൈവം തന്നെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ABC അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് നേരെ ബെന്നിൻ്റെ നമ്പർ ഇട്ടേക്കാം. പിന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫർമേഷൻ, ഇവൻ്റെ ഇത്ര ഐഡിയ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് പണ്ട് തൊട്ടേ അറിയാം ഇവൻ ഇതിന് ഫുഡും നല്ലതല്ല, പിന്നെ ഏത് കാര്യം പറഞ്ഞാലും അത് പുലിയാണ്. ഇനി കാറിൻ്റെ കാര്യം ചോദിച്ചാലും ശരി, ഓട്ടോമൊബൈൽ ചോദിച്ചാലും ശരി, അല്ലെങ്കിൽ എന്നാ പറയുന്നത് വീടുകളിലൊക്കെ എന്താ ചോദിച്ചാലും അവർ റെഡിയാണ്. ഈ പറഞ്ഞ പോലെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം ഇൻബോണായിട്ട് എനിക്ക് പോന്നിരിക്കുക. അപ്പം എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഈ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സാധനമാണെങ്കിലും ചോദിക്കുന്നതായിരിക്കും സംശയം. അപ്പം മറുപടി കൊടുക്കുക. പിന്നെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ കോൺടാക്ട് ചെയ്യട്ടെ. അതെ. അപ്പം ഇത്രയും നല്ലൊരു അടിപൊളി ഇൻഫർമേഷൻ തന്നു. ഇനിയും ഒത്തിരി ചോദിക്കാനുണ്ട്. പക്ഷേ ചോദിച്ച ആൾക്കാർക്ക് അത് ഭയങ്കര ബോറാവും. ഒത്തിരി അടുത്ത സെക്ഷൻ നമുക്ക് ഇരിക്കാം. ഓക്കെ, താങ്ക് യു. ബൈ.